ഹലോ ഗൈസ്, അപ്പം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ വിഡ്രോ അടിക്കാൻ പറ്റില്ല. ഒരു 3-4 ദിവസമൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു 100 രൂപ നിങ്ങൾക്ക് വിഡ്രോ അടിക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടാക്കിയിട്ട് വിഡ്രോ അടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലൂട്ട് ലിങ്ക് പറഞ്ഞിട്ട് ലിങ്ക് ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ നേരെ ക്രോമിലോട്ടേക്ക് വരും. ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ഇപ്പം തന്നെ പോയി ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. പിന്നെ ഇന്നത്തെ ഒരു ആപ്ലിക്കേഷനിൽ സ്ക്രീൻഷോട്ടൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഫുള്ള് ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഏർണിങ്സ് കാര്യങ്ങളിലെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലല്ല വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ 2 ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറേ ആപ്ലിക്കേഷൻ കിട്ടിയിരുന്നു. കുറച്ച് ആപ്പൊക്കെ ഞാൻ ഇപ്പോൾ 2-3 ആപ്ലിക്കേഷൻ ഇന്നത്തെ വീഡിയോ എടുക്കാൻ നോക്കിയാൽ 3 എണ്ണത്തിൽ എമൗണ്ട് കോയിൻ ആക്കിയിട്ട് വിഡ്രോ അടിക്കുമ്പം വിഡ്രോ കിട്ടുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ലാസ്റ്റ് കണ്ടുപിടിച്ച ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പം എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലൂട്ട് ലിങ്ക് ഉണ്ട്. അവിടെ നിങ്ങൾ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അന്നേരം ക്രോമിലോട്ടേക്ക് വരും. അന്നേരം റൈറ്റ് സൈഡിൽ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക, ഷെയർ എന്നുള്ളടുത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ട് ആർക്കെങ്കിലും ഒന്ന് അയച്ചു വെക്കുക. ഓക്കെ, ആ ഒരു ലിങ്ക് കറക്റ്റ് കോപ്പി ചെയ്യുക. ആർക്കും അയച്ച ശേഷം പ്ലേ സ്റ്റോറിലോട്ടേക്ക് വരിക, ഐസ്ലാൻഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് അഗ്രി ആൻഡ് കണ്ടിന്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പം നിങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമുക്ക് ഇവിടോട്ടേക്ക് വരിക. അതിനുശേഷം നമുക്ക് ക്രോമിലോട്ടേക്ക് വരിക, ഐസ്ലാൻഡിൻ്റെ അവിടെ ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത ശേഷം നോ താങ്ക്സ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു ലിങ്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഒന്നുകൂടി പോയിട്ട് കോപ്പി ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം സെർച്ച് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ 3 ലൈൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് എന്നുള്ളടുത്തേക്ക് ശേഷം താഴോട്ടേക്ക് പോയതിനു ശേഷം ഡൗൺലോഡത്തിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു APK നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഐസ്ലാൻഡ് ആപ്പ് വഴി ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അന്നേരം നമുക്ക് ഇൻസ്റ്റാൾ ആവുന്ന കാണുന്നില്ല. അതിനുശേഷം നമുക്കൊരു എലോ കൊടുക്കുക. അന്നേരം എലോ കൊടുക്കുക. എലോ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. അന്നേരം നമുക്ക് ഇൻസ്റ്റാൾ ആവുന്ന കാണില്ല. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ടേക്ക് വരുമ്പോൾ അവിടെ ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടില്ല. സോ നമ്മൾ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക റൈറ്റ് സൈഡിൽ. സോ അങ്ങനെ റൈറ്റ് സൈഡിൽ 3 ലൈൻ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാളിനാവുന്നില്ല കൊടുക്കുക. ഓക്കെ, അന്നേരം ഇൻസ്റ്റാൾ ആവുന്ന കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് പോകുമ്പോൾ അത് ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ആക്കുക, ഓപ്പൺ ആക്കിയ ശേഷം ഫേസ്ബുക്ക് വഴിയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യേണ്ടത്. നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ആ ഒരു ഇത് വെച്ച് ലോഗിൻ ചെയ്യും. ഞാൻ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഓക്കെ, ആ ഒരു നമ്മുടെ ഫേസ്ബുക്ക് മൊബൈൽ നമ്പറോ ഇമെയിൽ അഡ്രസ്സോ ഓക്കെ, അതിനുശേഷം പാസ്വേഡും കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. ഓക്കെ, വേറൊരു ലോഗിൻ ഓപ്ഷൻ ഇല്ല. അപ്പം ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇൻവിറ്റേഷൻ കോഡ് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കോഡ് അടിക്കാൻ തോന്നുന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിനുശേഷം ലെറ്റ്സ് ഗോ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ കുറേ ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. കുറേ ആപ്ലിക്കേഷൻസ് നമുക്കിവിടെ നെക്സ്റ്റ് അടിച്ചിട്ട് എല്ലാം ഒന്ന് കളയണം. ആദ്യം അവരുടെ ഒരു ട്യൂട്ടോറിയൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ വിടാം. അപ്പോൾ നിങ്ങളുടെ കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ അക്കാദമി ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടി വെച്ചാൽ ഈ അക്കാദമിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ലൈൻ ആപ്ലിക്കേഷൻ ഗൂഗിളിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അത് കണക്ക് ടെമ്പയിൽ യൂസ് ചെയ്തിട്ട് അക്കാദമി ചെയ്യേണ്ടത്. പിന്നെ അങ്ങനെ കുറേ ഉണ്ട്. നമുക്കിവിടെ ഗുരു ട്രെയിൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഗുരു ട്രെയിൻഡ് ആപ്ലിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ആക്കിയിട്ട് ഓപ്പൺ ആക്കിയപ്പോഴത്തേക്ക് നമുക്കിവിടെ 20 പോയിൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ആ ഒരു ഡെമോ എന്നുള്ളടുത്ത് വരെ നമ്മൾ ആ ഒരു സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്താൽ നമുക്ക് ഒരു സ്ക്രീൻഷോട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ നമുക്ക് ബാക്കി പോയിൻറ്റ്സും കൂടി കിട്ടുന്നതാണ്. ഓക്കെ, അവിടെ ആ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തതിന് ശേഷം ആ സ്ക്രീൻഷോട്ട് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ അവിടെ ഡെമോ ഫോട്ടോ ഉണ്ട് അതേ രീതിയിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ആയിട്ട് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി പോയിൻറ്റ്സും കൂടി ആഡ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ അതേപോലെ ജസ്റ്റ് ഒന്ന് ചെയ്യുകയാണ്. ഓക്കെ, പിന്നെ ട്രാക്കിംഗ് ഒക്കെ പക്കയാണ് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ. പിന്നെ ഡ്രീം ലെവനിലും ലുഡോ സുപ്രീമിലും നിങ്ങൾ APK ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ OTP ഫേക്ക് നമ്പർ ആയിട്ട് കൊടുത്തതിന് ശേഷം OTP വന്നിട്ട് കുറച്ച് സമയം നിന്നാൽ മാത്രം മതി. OTP എന്ന് വരണ്ട, ഫേക്ക് ആയിട്ടുള്ള റാൻഡം ആയിട്ടുള്ള നമ്പർ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഏർണിംഗ് ഓപ്ഷൻ. ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, മാക്സിമം ചെയ്യുക. സോ ഇതൊക്കെ ചെയ്ത് അതിനനുസരിച്ചിട്ട് അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്യേണ്ടതില്ല. സോ അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് പക്കയായിട്ട് ട്രാക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഐസ്ലാൻഡ് ആപ്ലിക്കേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ട് കോയിൻ ആഡ് ആവാൻ വേണ്ടിയിട്ടാണ്. സോ വിഡ്രോവൽ ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. കുറേ വിഡ്രോവൽ ഓപ്ഷൻ ഉണ്ട്. അതിന് ഇൻവിറ്റേഷനിൽ കാണാൻ പറ്റും. നമുക്കിവിടെ നമ്മുടെ 200 പോയിൻറ്റ്സ് ആണ് ഓരോ റഫറിനും കിട്ടുന്നത്. ഓക്കെ, 200 പോയിൻറ്റ്സ്
പോയിൻറ്റ്സ്. സോ വാല്യൂ എന്ന് അത്രയല്ലോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. 200 പോയിൻറ്റ്സ് പറയുമ്പോൾ ഏകദേശം 5 രൂപേൻ്റെ അടുത്തായിട്ടാണ്. ഓക്കെ, അപ്പം ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഈ എക്സ്ചേഞ്ച് എന്നുള്ള ഓപ്ഷനിൽ പോയി നിങ്ങൾക്ക് വിഡ്രോ അടിക്കാൻ പറ്റും. പിന്നെ ഡെയിലി ചെക്കിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇഷ്ടം നോക്കുക. ഓക്കെ, പിന്നെ നമുക്ക് വിഡ്രോവൽ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എക്സ്ചേഞ്ചിൽ ഓപ്ഷനിൽ വന്ന ശേഷം നമുക്കിവിടെ ഫ്ലിപ്കാർട്ട് വഴി വിഡ്രോ അടിക്കുക, യൂബർ വഴി വിഡ്രോ അടിക്കുക. യൂബർ വെച്ചാൽ നമ്മൾ ടാക്സി കൊടുക്കേണ്ട എമൗണ്ട് ആയിട്ടായിരിക്കും. പിന്നെ വിഡ്രോവൽ പിന്നെ UPI വഴി വിഡ്രോ അടിക്കാം. പക്ഷേ Paytm വാലറ്റ് വഴി വിഡ്രോ അടിക്കാൻ പറ്റും, പേടിക്കേണ്ട. നമ്മൾ UPIയിൽ നമ്മളിങ്ങനെ കൊടുക്കേണ്ട വിഷയമല്ല എടുക്കുന്നത്. ഞാൻ ആദ്യം തെറ്റിച്ചിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ Paytm നമ്പർ കൊടുക്കുക, അതിനുശേഷം @വാലറ്റ് അല്ല, നമ്മൾ Paytm നമ്പർ കറക്റ്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം .wallet@Paytm എന്ന് വെച്ചാൽ നിങ്ങളുടെ Paytm നമ്പർ .wallet@Paytm. ഇപ്പം ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന എൻ്റെ Paytm നമ്പറാണ്. അതിനുശേഷം .wallet@Paytm. അത് കണക്ക് നിങ്ങളുടെ ആ ഒരു നെയിമും ഒരു ഇമെയിലും കൊടുത്ത ശേഷം നിങ്ങൾക്ക് 100 രൂപ വിഡ്രോ അടിക്കാൻ പറ്റുന്നതാണ്. 3200 പോയിൻറ്റ്സ് ആയ 100 രൂപ വിഡ്രോ അടിക്കുക. 3200 പോയിൻറ്റ്സിൽ നിങ്ങൾക്ക് ഒരു 3 ദിവസമൊക്കെ വർക്ക് ചെയ്താൽ 3200 പോയിൻറ്റ്സ് ആയാലും അന്നേരം നിങ്ങൾക്ക് കൂളായി വിഡ്രോ അടിക്കാൻ പറ്റുന്നതാണ്. കറക്റ്റ് നിങ്ങൾ നോക്കണം. ഓക്കെ, രജിസ്ട്രേഷൻ്റെ അടുത്ത് മാക്സിമം നമുക്ക് മറ്റേ USA നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അപ്പം നമ്മുടെ സെക്കൻഡ് ലൈൻ വഴിയൊക്കെ വെച്ച് രജിസ്റ്റർ ചെയ്യുക, ഏകദേശം കോയിൻസ് ആഡാക്കുക. അപ്പം സ്ക്രീൻഷോട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും കൂടിയുണ്ട്, അതും കൂടി നിങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുന്നതാണ്. വലിയ നല്ല വീഡിയോ ഒന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം ബഗ് ട്രിക്കിൻ്റെ വീഡിയോ ഞാൻ മാക്സിമം നോക്കി, അധികം കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഗൈസ്, പിന്നെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തൊരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. എന്തായാലും KBFC വിന്നാവുമെന്നില്ല, അതറിയില്ല. ഞാൻ എന്തായാലും ഇത് വീഡിയോ എടുക്കുന്ന 7 മണിക്കൊക്കെയാണ്. എന്തായാലും ഇന്നത്തെ ഈ കളി കാണണം പോയിട്ട്. ഓക്കെ, സെറ്റാണ്. അപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തൊരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. വീഡിയോക്ക് ഒരു ലൈക്കും കൂടി കൊടുത്തേക്കാം. നാളെ ഒരു നല്ലൊരു വീഡിയോ കിട്ടുന്നത് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, പേയ്മെൻറ്റൊക്കെ പക്കയാണ്.